ഹലോ, വെൽക്കം ടു അവർ ചാനൽ. നമ്മളിന്ന് ആദ്യമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോവാം കേട്ടോ. അതായത് എനിക്ക് 8 മന്തായി. അപ്പോൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവരെ കാണിച്ച ഹോസ്പിറ്റലിൽ നിന്ന് എഴുതി തന്ന കേട്ടോ ഒരു OP ടിക്കറ്റ് എടുക്കേണ്ടിയിട്ട്. പിന്നെ നമ്മളെല്ലാം കൂടെ 4 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 പേരും 4:45 പോകണമെന്ന് വിചാരിച്ച, ബട്ട് എല്ലാം കൂടി സമയം കൊണ്ട് 5:20 ഏകദേശം. വണ്ടി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയപ്പോൾ 5:20 കേട്ടോ. പിന്നെ നല്ല ട്രാഫിക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ലോണം ഒരുങ്ങാൻ പറ്റി. മുടിയൊക്കെ വാരി കുളിച്ചത് കൊണ്ട് തന്നെ വാരിയിട്ട് കെട്ടിയിട്ടാണ്. അതുകൊണ്ട് നല്ലോണം മുടിയൊക്കെ ഒതുക്കി കെട്ടിയിട്ടാണ് ഞാൻ മെഡിക്കൽ കോളേജ് ഇങ്ങനെ അടിച്ചു നോക്കുക. കാരണം നമ്മൾ ഡെലിവറിക്ക് അവിടെയാണല്ലോ പോകുന്നത്. എപ്പോഴും അടിച്ചു നോക്കുക. പക്ഷേ വിഷ്വലൊന്നും കിട്ടിയില്ല. അതായത് നമ്മളെ അമ്മയും കുഞ്ഞുണ്ട് വേറെ തന്നെ പ്ലേസൊക്കെ ആക്കിയല്ലോ. അപ്പോൾ കാണേണ്ടിയിട്ട് ഞാൻ കുറേ അടിച്ചു നോക്കി, ഒന്നും കിട്ടിയില്ല. ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒരു ഇതുണ്ട്. അല്ല, ആദ്യമായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മറ്റേ ഇപ്പോൾ അങ്ങനെയല്ല, എൻ്റെ ഫസ്റ്റ് ഡെലിവറിയും കൂടിയാണ്. പിന്നെ അതിൻ്റേതായ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാട്ടോ ഇതിൻ്റെ നമ്മളെ അമ്മയും കുഞ്ഞും വേറെ തന്നെ സെപ്പറേറ്റ് ഷീറ്റൊക്കെ എടുക്കുന്നത് തോന്നുന്നു അവിടുന്ന്. ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് അത്ര അറിയില്ല. ഏട്ടൻ എന്തിനാ പിന്നെ പെങ്ങളെ ഏട്ടൻ്റെ വൈഫിൻ്റെ ഒക്കെ ഡെലിവറിക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ OP ടിക്കറ്റ് കൗണ്ടർ. അവിടെ ഇങ്ങനെ അവിടുന്ന് കൗണ്ടറിൽ നിന്ന് ഇതെല്ലാം കാണിച്ചു. അതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു ഉച്ചയായിട്ട് കേട്ടോ. ഉച്ചയായ സമയത്ത് നല്ല ഫുഡ് എവിടെയാണ് കിട്ടുമെന്നറിയില്ല. ബട്ട് നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് കണ്ടതാട്ടോ ഈ ഒരു ഹോട്ടലിൽ നല്ല ഒരു വീടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഉണ്ടാകാൻ മനസ്സിലാവും. ഓടൊക്കെ ഇട്ട് 2 തട്ട് വീട് അത് ഹോട്ടലാക്കിയ പോലെ ഉണ്ട്. നല്ല തിരക്കായിരുന്നു വെച്ചാൽ ഇഷ്ടം പോലെ. എനിക്ക് തോന്നുന്നത് കോഴിക്കോടുള്ള ആ ഒരു ഏരിയ എന്നല്ല, ഏകദേശം ആൾക്കാർ ഈ ഹോട്ടലിൽ തന്നെ കേട്ടോ വരുന്നത്. അത്രയ്ക്ക് നല്ല ഫുഡാന്ന് തോന്നുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. സാധാ പോലെയൊന്നുമല്ല ഒരു ഹോട്ടലിൽ പോയാലുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്നല്ല. ഇവിടെ വെജിറ്റേറിയൻ നോൺ വെജ് ഒക്കെ കിട്ടും. പക്ഷേങ്കിൽ ബിരിയാണി ഒന്നും കിട്ടത്തില്ല. അങ്ങനെ അച്ചാർ വന്നു, ചോറ്, പിന്നെ സൈഡ് ഡിഷായിട്ട് ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ ഓലം പോലത്തെ എന്താ പറയുക, ഓല അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. ഞാൻ കഴിച്ചില്ല കേട്ടോ അത്. പിന്നെ 2 തരം കറിയൊക്കെ ഉണ്ടായിരുന്നു. സാമ്പാറും മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മൾ പാലയോടൊക്കെ വാങ്ങിച്ചിട്ട് പാലയോടൊക്കെ പൊളിയാട്ടോ. പിന്നെ ഇത്രയേ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഹാഫ് ഡേ ആട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.